കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. വേദനിക്കുന്നവർക്കെന്നും ആത്മധൈര്യത്തിനഭിഷേകം, വചനത്തിനഭിഷേകം, ആത്മസൗഖ്യത്തിനഭിഷേകം. വരുവിൻ നിങ്ങൾ യേശുവിൻ സന്നിധേ, അവനേകും സാന്ത്വനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. ഭാരത്താലേ തളരുന്ന സോദരേ, സഹനത്തിരമാലയിൽ പതറാതെ മുന്നേറിടാം. അഭിഷേകം സാന്ത്വനാഭിഷേകം. യേശുവേകിടും അഭിഷേകം സാന്ത്വനാഭിഷേകം. ഏഴുവിളക്കിൻ നടുവിൽ ശോഭപൂർണത, ഭാരത്തു പൊൻ കച്ചയണിഞ്ഞും കാണുന്നേശുവേ. ഏഴുവിളക്കിൻ നടുവിൽ മാറത്തു പൊൻകച്ച് അണിഞ്ഞും കാണുന്നേശുവേ. ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. ആരാധന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ആരാധന ഒരു വികാരമാണ്. കർത്താവിനെ കുറിച്ചുള്ള തീഷ്ണതയുടെ
അത് നേരിൽ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്വർഗീയ വികാരം. എന്നെ ആരാധനയെക്കുറിച്ച് അഗാധമായി ചിന്തിപ്പിച്ചിട്ടുള്ള ഒരു ജീവിതാനുഭവം, ഒരു കാഴ്ച ഞാനൊക്കെ കണ്ട്. അപ്പോൾ ഞാൻ ജെറുസലേമിലെ വിലാപമതിലിൻ്റെ അരികിൽ വെയിലത്ത് നിൽക്കുകയായിരുന്നു. ഈ വിശുദ്ധ നാടിൻ്റെ തീർത്ഥാടന കാലത്തിൽ. അപ്പോഴേതോ വിദേശത്തുനിന്ന് വന്ന ഒരപ്പനും അമ്മയും ഭാര്യയും ഭർത്താവും, അവരുടെ 4 കുഞ്ഞുങ്ങളും. അപ്പോൾ നമുക്കറിയാം, ഒരു ഡിഗ്രി സ്റ്റുഡൻറ്റ് ആ പ്രായമുള്ളത്, പിന്നെ ഒരു 10ാം ക്ലാസ്, പിന്നെ ഒരു 5ാം ക്ലാസ്. ഇവർ ഈ ഫാമിലി മൊത്തം ഞങ്ങൾ അവിടെയെല്ലാം കർത്താവിൻ്റെ ആലയത്തിൻ്റെ പഴയ അവശിഷ്ടങ്ങളിലെല്ലാം ചുറ്റി നടന്ന് കാണുമ്പോഴും വെയിലത്ത് നിന്ന് ഈ വിലാപമതിൽ നോക്കി സങ്കീർത്തനങ്ങൾ പാടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേ ആ 2ാം ക്ലാസ്സുകാരെന്ന് പറയുന്ന പയ്യൻ ശരിക്കും കൊച്ചാണ്. എല്ലാം ഇങ്ങനെ വെള്ള ഓയിലായിട്ടുള്ള നല്ല തുണി, വൈറ്റ് ക്ലോത്ത് ഇട്ട് ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു ജാക്കറ്റ് പോലെ ഉടുപ്പിട്ടിരിക്കുകയാണ് എല്ലാവരും, വൈറ്റ്. അപ്പം എല്ലാവരും, അതായത് അല്പം പോലും ശ്രദ്ധ കളയാതെ ഈ സങ്കീർത്തനങ്ങൾ ഇങ്ങനെ ആടി, യഹൂദൻ്റെ പ്രാർത്ഥന ഇങ്ങനെ ആടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര മണിക്കൂറാണെന്നൊരു പിടിയില്ല. കാര്യത്തിൽ അവരെപ്പോഴാണ് വന്നത്, ഞങ്ങൾ ചെല്ലുമ്പോഴും ഉണ്ട് അവരവിടെ, ഞങ്ങൾ പോരുമ്പോഴും അവരവിടെ ഉണ്ട്. ഞങ്ങൾ പോരുന്നത് 1-1.5 മണിക്കൂർ കഴിഞ്ഞ് അവിടെ നിന്ന് പോരണേ. പക്ഷെ അതല്ല, ഒരു 40-45 ഡിഗ്രി ചൂടാണ് അവിടെ ഉള്ളത്. ആ സമയത്ത് അത്രയ്ക്ക് പൊള്ളുന്നുണ്ട്. ഈ പൊള്ളലിൽ ആ 2ാം ക്ലാസ്സുകാരൻ എന്ന് പറയുന്ന പയ്യൻ, അവൻ്റെ യഹൂദ മുറപ്രകാരം എൻ്റെ കൃതാവ് മുടി ഇങ്ങനെ വളർത്തിയിട്ട്, കൃതാവല്ല മുടി ഇങ്ങനെ വളർത്തിയിട്ട് സ്പ്രിങ് അടിച്ചിട്ടിരിക്കുകയാണ്. സ്പ്രിങ് പോലെ ഇങ്ങനെ തൂങ്ങി കിടക്കുകയാണ്. അവരുടെ ആചാരാനുഷ്ഠാനാണെന്ന് തോന്നണം. ഈ പയ്യൻ ഉൾപ്പെടെ ഈ 4 കുഞ്ഞുങ്ങളും ഈ മാതാപിതാക്കന്മാരും, ഞാൻ ആദ്യമായിട്ട് ഭക്തി ഇങ്ങനെ കാണുന്നത്. വേറെ ഒരു കാര്യം നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും സാമ്യം പിന്നീട് ചെയ്യാൻ പറ്റുന്നതൊന്നും ഞാൻ കണ്ടിട്ടില്ല. അതുപോലെ അവർ ഈ അപ്പോഴേ എന്നോട് ഗൈഡ് പറഞ്ഞു, അവർ റിവേഴ്സ് ഓഫ് ബാബിലോൺ എന്നുള്ള ഗാനം ആലപിച്ചുകൊണ്ടിരിക്കണമെന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെനിക്ക് പെട്ടെന്ന് മനസ്സിലായി. കാര്യം അത് തന്നെ ഇവരെ പാടി അവർ കരയുന്നുണ്ടെന്ന് അറിയത്തില്ല, ആടി നിൽക്കുകയാണ് ഇങ്ങനെ. എത്ര മണിക്കൂർ, അത് ഇത്രയും വെയിലത്ത്. എന്നെ ബാധിപ്പെട്ട നമ്മളെ ഈ മലയാളികൾ കുഞ്ഞുങ്ങൾ വളരെ ഈ ചൈൽഡ് ഫ്രണ്ട്ലിയാണ്. പക്ഷേ യഹൂദൻ അത്ര, നമ്മളാണെങ്കിൽ കുഞ്ഞിനവിടെ നിർത്തത്തില്ല, ഒരു 5 മിനിറ്റ് നിർത്തത്തില്ല. ഇതങ്ങനെ 1.5 മണിക്കൂർ ഈ കൊച്ചിനെ കൊണ്ട് അവിടെ കൂടെ നിൽക്കുക. മറ്റുള്ളവർ മുതിർന്നവരാണ് നമുക്ക് മനസ്സിലാക്കാം. ഈ കുഞ്ഞിനെ കൊണ്ട് ഉൾപ്പെടെ, ആ കുഞ്ഞുൾപ്പെടെ ഈ സങ്കീർത്തനം പാടി അങ്ങനെ ആടി കർത്താവിൽ അങ്ങനെ ആനന്ദിച്ച് അഭിഷേകം പ്രാപിച്ച് നിൽക്കുക. ഒരു കാഴ്ചയാണ് സംഭവം അത്. അപ്പോഴൊക്കെയാണ് എനിക്ക് എൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച് ലജ്ജ തോന്നിയൊരു സമയമാണത്. കാര്യം എത്രയോ വർഷങ്ങളായി ആരാധിക്കുന്നു. യഥാർത്ഥത്തിൽ ദൈവതിരുസന്നിധിയിൽ നിൽക്കുക. അവിടെ മുമ്പിലൊന്നുമില്ലേ. അവിടെ മുമ്പിലുള്ള എന്താണെന്നറിയാവോ, നമ്മളുടെ ഈ പഴയ മതിലാണ് ഉള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജെറുസലേം ദേവാലയത്തിൻ്റെ റോമാക്കാർ നശിപ്പിച്ചതിൻ്റെ ബാക്കി ഭാഗം അവിടെ നിൽക്കുന്നുണ്ട് ഇപ്പോഴും. അപ്പോൾ ഓരോ കല്ലൊക്കെ ഇതുപോലെയുള്ള ബലിപീഠം പോലെയുള്ള വലിയ കല്ലുകളാണ്. അതിലിങ്ങനെ പൊങ്ങി നിൽക്കുന്ന ഒരു 10-20 അടി ഉയരത്ത് നിൽക്കുന്ന ഒരു മതിൽ. അത് കർത്താവിൻ്റെ ആലയമായിരുന്നു പണ്ട്. 2000 കൊല്ലത്തിൻ്റെ കാലത്ത് 70-ലാണ് നശിപ്പിക്കുന്നത്. ഈ കർത്താവിൻ്റെ ആലയം മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഇവൻ ഈ 2.5 മണിക്കൂർ ഇവിടെ നിന്ന് കർത്താവിനെ ആരാധിക്കുന്നത്. സീയിങ് ആക്ച്വലി ദൈവത്തെ കണ്ട് ആരാധിക്കുന്നതിനേക്കാൾ പോലെ അഭിഷേകത്തിൽ ആരാധിക്കുകയാണ്. അവർ പാടുന്ന പാട്ടെന്താണ്? ബാബിലോൺ നദിയുടെ തീരത്തിരുന്ന് ഞങ്ങളെ ബന്ദികളാക്കിയവർ ഞങ്ങളോട് പറഞ്ഞു, ഇനി സിയോനെക്കുറിച്ച് ഞങ്ങളോട് നീ പറയുക,
അപ്പോഴും ഞങ്ങൾ പറഞ്ഞു, സിയോൻ, നിന്നെ ഞങ്ങൾ എങ്ങനെ മറക്കും? നിന്നെ ഞങ്ങൾ എങ്ങനെ മറക്കും? ഞങ്ങൾ നിന്നെ മറന്നാൽ ഞങ്ങളുടെ വലത് കൈയെ ഞങ്ങൾ മറക്കട്ടെ. അത് ഭയങ്കര വികാരോജ്വലമായ ഒരു സങ്കീർത്തനമാണ്. 137 സങ്കീർത്തനമാണ്. 1 തൊട്ട് 4 വരെയുള്ള വാക്യങ്ങളാണ് ഇവർ പാടുന്നത്. അവരവരുടെ ഭാഷ പാടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഞാനിത് പറയണത്, ഈ മതിൽ പോലും കണ്ട് പഴയ ഒരു ഓർമ്മയിൽ ഇത്രയും തീഷ്ണമായിട്ടൊരു മനുഷ്യനെ ആരാധിക്കാൻ പറ്റുമെങ്കിൽ ദിവ്യകുർബാനയുടെ മുമ്പിൽ വരുമ്പോൾ നമ്മൾ എന്തുമാത്രം ശക്തമായി ആരാധിക്കേണ്ടതാണ്. ആരാധന ഒരു അനുഭവമാണ്. കർത്താവ് തന്നെ പറഞ്ഞില്ലേ, ആരാധിക്കുന്ന ആലയത്തെക്കുറിച്ചുള്ള, എൻ്റെ പിതാവിൻ്റെ ആലയത്തെക്കുറിച്ചുള്ള തീഷ്ണത എന്നെ വിഴുങ്ങിക്കളഞ്ഞെന്ന്. തീഷ്ണത വിഴുങ്ങുന്ന ഒരു മനുഷ്യരെയാണ് ഞാൻ കണ്ടത്. അത് പുതിയ നിയമത്തിലെ വാക്കല്ലത്. അത് സങ്കീർത്തനം 69:9 നിന്ന് എടുത്തതാണത്. സങ്കീർത്തനം 69:9, അങ്ങയുടെ ആലയത്തെക്കുറിച്ചുള്ള തീഷ്ണത എന്നെ വിഴുങ്ങിക്കളഞ്ഞത്. കർത്താവിൻ്റെ ഇപ്പം ഇങ്ങനെ പറയാൻ കാരണം എന്തറിയാവോ? ഇപ്പം ഈ നോൻപ് കാലത്ത് നമുക്ക് കർത്താവിൻ്റെ ആലയത്തിൽ പോകാൻ പറ്റിയില്ലല്ലോ, അല്ലേ? കർത്താവിൻ്റെ ആലയത്തിൽ പോകാൻ പറ്റിയില്ല. ശരിക്കും നമ്മുടെ ജന്മത്തിൽ ആദ്യമായിട്ടാണ് നമുക്ക് കർത്താവിൻ്റെ ആലയത്തിൽ പോകാൻ പറ്റാതെ വരുന്നത്. അതും ദുഃഖവെള്ളിയാഴ്ചയും തിരുവത്താഴ് ദീപപൂജയിലും. എത്ര പേർക്ക് ആ സങ്കടമുണ്ടായി? യഹൂദിനെ അത് സങ്കടമായിരുന്നു. നമുക്ക് ഒത്തിരി പേർക്ക് സങ്കടം തന്നെയാണത്. പക്ഷെ തീഷ്ണത പോലെയാണ്. സങ്കടത്തേക്കാൾ വലുതാണ് തീഷ്ണത. ഓ ജെറുസലേം, ദേവാലയത്തെക്കുറിച്ച് ഓർക്കുമ്പോഴേ ദേവാലയത്തെക്കുറിച്ചുള്ള തീഷ്ണത ആരെക്കുറിച്ചുള്ള തീഷ്ണതയാണ്? അത് യേശുവിനെക്കുറിച്ചുള്ള തീഷ്ണതയാണ്. നിങ്ങളിപ്പോൾ ആത്മശോധന ചെയ്യണം, നല്ലതാണ്. കഴിഞ്ഞ ദുഃഖ വെള്ളിയാഴ്ച എന്താ സംഭവിച്ചത്? നിങ്ങൾക്ക് ആ വിഷമം ഉണ്ടായിരുന്നോ? ഞാനോർത്ത് എനിക്ക് ആ വിഷമം ഉണ്ടായിരുന്നോ? കാര്യം ദേവാലയത്തെക്കുറിച്ചുള്ള തീഷ്ണത എന്ന് പറഞ്ഞാൽ ആരെക്കുറിച്ചുള്ള തീഷ്ണതയാണ്? ഒരു കെട്ടിടത്തെക്കുറിച്ചുള്ള തീഷ്ണതയല്ല, കർത്താവിനെക്കുറിച്ചുള്ള തീഷ്ണതയാണ്. അതാണ് ഓ ജെറുസലേം, കർത്താവിൻ്റെ ആലയത്തിലേക്ക് പോകാം എന്നവർ ഞങ്ങളോട് പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങളുടെ മനസ്സ് സന്തോഷിച്ചെന്ന്. എന്നാ ഒരു വചനമാണ്! 122 സങ്കീർത്തനമാണ്. 122 സങ്കീർത്തനം 1-ാമത്തെ വാക്യം, കർത്താവിൻ്റെ ആലയത്തിലേക്ക് പോകാം എന്ന് അവർ ഞങ്ങളോട് പറഞ്ഞു. അപ്പം തന്നെ ഞങ്ങളുടെ ഹൃദയം സന്തോഷിച്ചു. ഓ ജെറുസലേം, ശരിയായി സംയോജിപ്പിച്ച് പണി തീർത്തിരിക്കുന്ന നഗരമായ ജെറുസലേം, ഇപ്പം തന്നെ ഞങ്ങളുടെ കാൽപാദങ്ങൾ നിൻ്റെ വാതായനങ്ങൾക്കുള്ളിലേക്ക് കുത്തിയിരിക്കണ പോലെ വി ആർ ഫീലിംഗ് ഇറ്റ്. ഞങ്ങൾക്കത് തോന്നണമെന്ന്. ഈ ഒരു ജനതയാണ് ബൈബിൾ എഴുതിയത്. അതാണ് ഭക്തി എന്ന് പറയണത്, അതാണ് വിശ്വാസം എന്ന് പറയണത്, അതാണ് ദൈവസ്നേഹം എന്ന് പറയുന്നത്. ശ്രുതികട ഹല്ലേലൂയ, യേശു സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശു സ്തോത്രം, ആരാധന ഈശോയെ, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 യേശുവേ മഹത്വം, മഹത്വം, ആരാധന ഈശോയെ. തിരുനാമ കീർത്തനം പാടുവാനല്ലെങ്കിൽ നാമെനിക്കെന്തിനു നാഥാ? അപദാനമെപ്പോഴും ആലപിച്ചില്ലെങ്കിൽ അധരങ്ങളെന്തിനു നാഥാ? ഈ ജീവിതമെന്തിനു നാഥാ? നാമകീർത്തനം പാടുവാനല്ലെങ്കിൽ നാമെനിക്കെന്തിനു നാഥാ? അപദാനമെപ്പോഴും ആലപിച്ചില്ലെങ്കിൽ അധരങ്ങളെന്തിനു നാഥാ? ഈ ജീവിതമെന്തിനു നാഥാ? കിളികളോടൊന്നു ചേർന്നാർത്തു പാടാം. പുലരിയിൽ ഭൂപാളം പാടിയുണർത്തുന്ന കിളികളോടൊന്നു ചേർന്നാർത്തു പാടാം. പുഴയുടെ സംഗീതം ചിറകേറ്റിയെത്തുന്ന കുളിർ കാറ്റിലലിഞ്ഞു ഞാൻ പാടാം.
തിരുനാമ കീർത്തനം പാടുവാനല്ലെങ്കിൽ നാവെനിക്കെന്തിനു നാഥാ. അവദാനമെപ്പോഴും ആലപിച്ചില്ലെങ്കിൽ അധരങ്ങളെന്തിനു നാഥാ. ഈ ജീവിതമെന്തിനു നാഥാ. യേശുവേ ഈശോയെ ഞങ്ങളെ മഹത്വപ്പെടുത്തുന്നു. ഈശോയെ ആരാധിക്കുന്നു. ഈശോയെ ആരാധിക്കുന്നു. ഈശോയെ യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ മഹത്വം, മഹത്വം കർത്താവേ, മഹത്വം കർത്താവേ. ആരാധന ഈശോയെ, ആരാധന, ആരാധന, ആരാധന. കർത്താവിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ചുള്ള തീഷ്ണത, കർത്താവിൻ്റെ തൊട്ടറിവിനെക്കുറിച്ചുള്ള തീഷ്ണത നമ്മൾ നിറക്കാൻ ഈ സാക്ഷ്യം സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് കൂടി നമുക്കൊരു സാക്ഷ്യം കേൾക്കാം. എൻ്റെ പേര് രജി ES. ഞാൻ മംഗലാപുരത്തു നിന്നാണ് വരുന്നത്. ഞാനിവിടെ ആദ്യമേ വരുന്നത് സെപ്റ്റംബർ 29 ഞായറാഴ്ച ദിവസമാണ് വരുന്നത്. പക്ഷെ അന്ന് എന്നെ ഇവിടെ കൊണ്ടുവന്നത് എൻ്റെ അനുജൻ എന്ന് പറഞ്ഞാൽ അനിയത്തിയുടെ ഭർത്താവാണ്. അങ്ങേര് വീട്ടിൽ വന്നപ്പോൾ എന്നോട് പറഞ്ഞു കൃപാസനത്തിൽ പോകാം. കൃപാസനത്തിൻ്റെ പത്രം എനിക്ക് തന്നു. ഞാനത് വായിച്ചൊന്നും നോക്കിയില്ല. പക്ഷേ എനിക്കൊരു അത്രയുള്ള മനസ്സൊന്നും വന്നില്ല. പക്ഷെ അങ്ങേര് എന്നോട് പറഞ്ഞു എല്ലാ ചിലവും ഞാൻ നോക്കിക്കോളാം, ചേട്ടനൊന്ന് വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളിവിടെ വന്നു. ഇവിടെ വന്നിട്ട് എന്നെ ഇവിടെ മാതാവിനെ ഏൽപ്പിച്ചിട്ട് അങ്ങേരെ അച്ഛനെ കാണാനായിട്ട് ഏതോ പള്ളിയിലോട്ട് പോയി. ഞാൻ അവിടെ ആ മൂല വന്നിരുന്നു. മാതാവ് എന്നെ ഒന്ന് സ്പർശിക്കുന്ന പോലെ എനിക്കൊന്ന് തോന്നി. പക്ഷേ ഇവിടെ ഇരുന്ന് ഞാൻ ആ ക്ലാസ് കേട്ട് കഴിഞ്ഞ് ഞാൻ ഉടമ്പടി എടുക്കുവാനായിട്ട് പോയി. ഞാൻ ഒഴിഞ്ഞ മനസ്സോടെയാണ് ഇവിടെ വന്നത്. പക്ഷേ നിറഞ്ഞ മനസ്സോടെ ഞാൻ ഇവിടുന്ന് പോയി. എന്നെ മാതാവ് കാത്തു പരിപാലിച്ചെന്ന് ചോദിച്ചാൽ ഞാൻ ആകെ കടബാധ്യതയിൽ കഴിയുന്ന ഒരുത്തനായിരുന്നു. ഞാൻ ഒരാടിൻ്റെ ഫാം വലുതായിട്ട് വലിയ തോതിൽ ഞാൻ നടത്തി. പക്ഷെ ഒരു 2 വർഷമായിട്ട് ആട് വളർന്നു കയറി. പക്ഷേ ആരും കൊണ്ടുപോകുന്നവരാരുമില്ല. അങ്ങനെ ഇരുന്നപ്പോൾ സാമ്പത്തികമായിട്ട് ആകെ തകർന്നു വന്നപ്പോഴാണ് ഞാൻ എന്ത് ചെയ്യും എന്നുള്ളൊരു ഇത്. കൈക്കടങ്ങളെല്ലാം കുറേ വാങ്ങിച്ചിട്ട് സംഭവം അവർക്ക് എങ്ങനെ കൊടുക്കും, തിരിച്ചു കൊടുക്കും എന്നുള്ളൊരു ഭാരത്തിൽ കഴിഞ്ഞിരിക്കുമ്പോഴായിരുന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ആദ്യത്തെ നിയോഗമാണ്. എൻ്റെ പെങ്ങൾക്ക് ഒരു കിഡ്നി സംബന്ധമായിട്ട് 11 കൊല്ലമായിട്ട് അവൾ കഴിയുന്നവളാണ്. അവൾക്ക് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് അവൾക്ക് BP വേരിയേഷൻ ആവും. പിന്നെ അവൾക്ക് ഡയാലിസിസ് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരും. അങ്ങനെ ബുദ്ധിമുട്ടിരുന്ന ടൈമിലാണ് ഞാൻ വന്ന ആ ദിവസം തന്നെ എൻ്റെ അളിയൻ എന്നെ വിളിച്ചു. അളിയ, ഞാനിതുപോലെ പെങ്ങൾക്ക് കൂടുതലാണ്, ഒന്നും ചെയ്യാൻ പാടില്ല, അങ്ങനെ കൈവിട്ട് പോവുകയാണോ തോന്നുന്നു പറഞ്ഞു. പക്ഷേ ഈ വിഷമത്തോടു കൂടെ ഞാനിവിടെ വന്ന് ആദ്യത്തെ നിയോഗം അവിടെ വെച്ചു. ഇവിടെ വെച്ച് ആദ്യത്തെ നിയോഗം തന്നെ വെച്ച് ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഇവിടെ വെച്ച് തന്നെ 12 കോൾ എൻ്റെ മൊബൈലിലേക്ക് വന്നു. ഞാൻ അന്നേരം നോക്കിയില്ല, സൈലൻ്റ് ആക്കിയാണ് വെച്ചത്. ഇവിടുത്തെ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ ബസ്സേ വെച്ച് ഞാൻ ഇതാരുടെ കോലാണ്. പക്ഷേ 10 കോള് അപരിചിതമായ കോളാണ്. 2 അളിയൻ്റെ കോളാണ്. ആദ്യമേ അളിയനെ വിളിച്ചു, എന്താ അളിയ എന്ന് ചോദിച്ചു. പെങ്ങൾക്ക് ഒരു കുഴപ്പവുമില്ല, അവൾ ഇപ്പം നോർമലായി. എന്ത് ഡോക്ടർമാർ പറയുന്നത് എന്ത് മിറാക്കലാണ് നടന്നതെന്ന് അറിയത്തില്ല. ഇത്ര ഒരു അത്ഭുതം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. അതുപോലെ തന്നെ ബാക്കിയുള്ള ആ 10 കോളിൽ ആരാണ് വിളിച്ചതെന്നുള്ളത് തിരക്കിപ്പം, ചേട്ടാ ആടുണ്ടോ ചേട്ടാ, എനിക്ക് ആടിന് വേണമല്ലോ, ഞാൻ ഇപ്പം തന്നെ വരട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സംഭവം ഞാനിവിടെയാണ്, കേരളത്തിലാണ്, ഞാൻ നാളെ എത്തും, നാളത്തെ കഴിഞ്ഞ് നമുക്ക് പോയി കച്ചവടമാക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അത് കഴിഞ്ഞ് ഓരോന്ന് കച്ചവടങ്ങൾ നടന്നു. എൻ്റെ സാധാരണ എല്ലാ കടബാധ്യതകളും തീർന്നു. എനിക്ക് ദൈവത്തിനോട് 1000 സ്തുതി പറഞ്ഞാലും മതി വരുമില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോ സാക്ഷ്യം കേൾക്കുമ്പോഴും കർത്താവിനെക്കുറിച്ച് കേൾക്കുമ്പോഴൊക്കെ നമ്മൾ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം. കർത്താവെ,
പൗലോസ് അപ്പോസ്തലന് ഈ വിഷയം ഉണ്ടായിരുന്നേ. ചില സമയത്ത് കർത്താവിൻ്റെ ആലയം കാണാൻ പറ്റാത്ത അവസ്ഥ, വേണ്ട വിധം പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ മരണത്തിൽ അവരുടെ മക്കളുടെ ദുഃഖം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെ അമ്മ എപ്പോഴും ആലയത്തിൽ പോണതായിരുന്നു. ഈ പ്രാവശ്യം ആലയത്തിലേക്ക് കാണിക്കാതെ അമ്മയെ അടക്കേണ്ടി വന്നല്ലോ എന്ന്. അന്ത്യയാത്രയിൽ ആലയം കാണാതെ യാത്രയാകും സ്വർഗീയ ആലയത്തിലേക്ക്. ഇതെല്ലാം ജീവിതത്തിൻ്റെ ഭാഗങ്ങളാണ്. ഓരോ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങൾ വരുമ്പോഴെല്ലാം ആത്മാവ് നെടുവേർപ്പെട്ട് കഴിഞ്ഞാൽ നിൻ്റെ ഹൃദയം തന്നെ ആലയമായി മാറും. കർത്താവേ, ഞങ്ങളുടെ ഹൃദയം തന്നെ ആലയമായി മാറുന്നൊരു കാലമുണ്ടാകും. ഞങ്ങൾക്കിതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടി നീ ക്രമീകരിക്കുന്ന പുതിയ പുതിയ അനുഭവങ്ങളോടുകൂടി എന്തനുഭവങ്ങളുണ്ടായാലും മനസ്സിൽ നെടുവീർപ്പുമായി നിന്നെക്കുറിച്ചുള്ള തീഷ്ണത ഞങ്ങളെ വിഴുങ്ങട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. കർത്താവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. കർത്താവേ സ്തോത്രം, യേശുവേ സ്തോത്രം. ആരാധന യേശുവേ, ആരാധന 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 യേശുവേ, ആരാധന. പ്രിയമുള്ളവരെ, വിശ്വാസത്തിൻ്റെ അപാച്യം വരുന്ന സമയം, ആബ്സെൻസ് ഓഫ് ഗോഡ് ഫീൽ ചെയ്യുന്ന സമയം, നമ്മുടെ അവശത കൊണ്ട് നമുക്ക് തന്നെ ആധ്യാത്മികമായ അനുകൂല സാഹചര്യങ്ങളില്ലാത്തത് കൊണ്ടോ കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റാത്ത ചില കാലങ്ങൾ ഇപ്പം നമുക്ക് അവകാശമോഹരിയുമായി മാറിയതാണ്. ഇങ്ങനെയുള്ള കാലഘട്ടങ്ങളിൽ കർത്താവിൻ്റെ തീഷ്ണതയാൽ ആത്മാവൻ നെടുവിരിപ്പായി അവനുള്ള സ്നേഹത്താൽ നിറയാൻ വേണ്ടി നീ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന യേശുവേ, ആരാധന. സമാപന ആശീർവാദത്തിലേക്ക് നമ്മൾ പോവുകയാണ്. മൗനത്തിൻ്റെ കുറച്ച് സമയം നിന്നെ കർത്താവിൻ്റെ കൂടെ ചിലവഴിക്കാൻ വേണ്ടി നിനക്ക് നൽകപ്പെടുന്ന സമയമാണ്. നീ തീഷ്ണതയുടെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നിന്നെ തന്നെ സമർപ്പിക്കുക, നിൻ്റെ ജീവിതത്തെ സമർപ്പിക്കുക. സർവോപരി നിൻ്റെ സങ്കടങ്ങളെയും നിൻ്റെ സഹനങ്ങളെയും കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഏൽപ്പിക്കുക. കർത്താവ്, അങ്ങയുടെ മക്കൾ അവിടെ എവിടെയായിരുന്നാലും അങ്ങയുടെ തിരുസന്നിധിയിൽ തീഷ്ണതയോടെ മുട്ടി നിൽക്കുകയാണ്. കർത്താവേ, അവിടെ സഹനങ്ങളെ അങ്ങയുടെ അഭിഷേകത്തിൽ അങ്ങേക്ക് ഏൽപ്പിക്കുന്നു. അവിടെ സങ്കടങ്ങളെ അങ്ങയുടെ അഭിഷേകത്തിൽ അങ്ങേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവേ, അവരെ സ്പർശിക്കുന്ന കർത്താവേ, അടിപ്പഴ പോലും വൈതാഘാതം വരെ ദൈവികമായ ശക്തി മക്കളിലേക്ക് ആവശ്യിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന യേശുവേ, ആരാധന 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 യേശുവേ, ആരാധന. കർത്താവേ, ഹൃദയത്തിൻ്റെ ആലയത്തിൽ അങ്ങ് ഇറങ്ങിപ്പോയിട്ട് വർഷങ്ങളും മാസങ്ങളുമായിട്ടുള്ള വ്യക്തികളുണ്ട് ഈശോയെ. ഹൃദയത്തിൻ്റെ ആലയത്തിൽ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോയിട്ട് പതിറ്റാണ്ടുകളായിട്ടുള്ള വ്യക്തികളുണ്ട് ഈശോയെ. അവരെല്ലാം അങ്ങയുടെ തിരുസന്നിധി ഞങ്ങൾ ഇപ്പോൾ ആലയത്തെക്കുറിച്ച് ധ്യാനിക്കുന്ന നിമിഷങ്ങളിൽ സമർപ്പിക്കുകയാണ്. കർത്താവേ, ഒരു കാലത്ത് അവർ നിൻ്റെതായിരുന്നു, ഇന്ന് അവർ അങ്ങയുടേതല്ല. ചിലപ്പോൾ സാത്താൻ്റെ വഴികളിലൂടെ പോലും പോയി കർത്താവേ, അങ്ങനെ ആത്മാവ് നഷ്ടപ്പെട്ടു പോയവരുണ്ട് കർത്താവ്. അവർക്കെല്ലാം വേണ്ടി കർത്താവേ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുകയാണ് ഈശോയെ. കർത്താവേ, ഞങ്ങളുടെ ഭവനങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ചിലക്ക് സങ്കടങ്ങളുണ്ട് കർത്താവേ. കർത്താവേ, ഒരു കൂര കെട്ടാൻ ഒരു ഇടം തന്നിരുന്നെങ്കിൽ കർത്താവേ നിൻ്റെ ഒരു പടം വെക്കാമായിരുന്നു എന്ന് ചിന്തിക്കുന്ന മക്കളുണ്ട് കർത്താവേ. വീടില്ലാത്തവരെ അവരെയും ഞങ്ങൾ അങ്ങയുടെ തിരുസന്നിധിയിൽ ഓർപ്പിക്കുന്നു കർത്താവേ. വീടുണ്ടായിട്ടും കർത്താവേ, മഹത്തായ വീടുണ്ടായിട്ടും 5000-4000 സ്ക്വയർ ഫീറ്റ് വീടുണ്ടായിട്ടും കർത്താവേ, അങ്ങേക്ക് ഒരു പ്രതിഷ്ഠയില്ലാത്ത വീടുണ്ട് കർത്താവേ.
അഥവാ പ്രതിഷ്ഠയുണ്ടെങ്കിൽ തന്നെ ഒരു തിരികത്തിക്കാൻ ആളില്ലാത്ത വീടുണ്ട് കർത്താവേ. എല്ലാ ആലയങ്ങളെയും കർത്താവേ, യേശു ഇറങ്ങിപ്പോയിട്ടുള്ളതും യേശു ഇല്ലാത്തതുമായിട്ട് ഭവനങ്ങളെ കർത്താവേ, യേശു ഉണ്ടായിരുന്ന ഭവനങ്ങളെ കർത്താവേ, ഇപ്പോഴില്ലാത്ത ഭവനങ്ങളെ കർത്താവേ, അനാഥമായ ദൈവ സാന്നിധ്യം അനാഥമായ ഭവനങ്ങളെ കർത്താവേ, അങ്ങ് ആശീർവദിക്കണേ കർത്താവേ. അങ്ങ് ആ ഭവനങ്ങളിലേക്ക് തിരിച്ചു വരാൻ ഇടയാക്കണമേ കർത്താവേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 യേശുവേ ആരാധന. ശിരസ് നമിച്ച് കൈകൾ കുപ്പി കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കുക. നിന്റെ ഹൃദയത്തിൻ്റെ ആലയത്തിൽ കർത്താവ് പ്രതിഷ്ഠയോടെ കൃപയെ ചൊരിഞ്ഞു നിൽക്കട്ടെ. കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ. എല്ലാ നിയോഗങ്ങളെയും ദൈവകരങ്ങളിൽ കൊടുത്തുകൊണ്ട് രണ്ട് കൈകളും ഉയർത്തി ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. കർത്താവേ, ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്ന കർത്താവേ, അവിടുന്ന് ഏറ്റെടുത്ത അഭിഷേകം ചെയ്യണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. ഉടമ്പടിയിൽ വെച്ചിരിക്കുന്ന എല്ലാ പ്രാർത്ഥനകളും എല്ലാ നിയോഗങ്ങളും എല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയോട് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. യേശുവേ, യേശുവേ, മഹത്വം, 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 മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 യേശുവേ ആരാധന, 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 യേശുവേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.